കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരം മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. അരക്ക് കീഴ്പ്പെട്ട മത്സ്യത്തിന്റെ രൂപത്തിലും മരയ്ക്ക് മേൽപ്പെട്ട മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. അരക്ക് കീഴ്പ്പെട്ട മത്സ്യത്തിന്റെ രൂപം നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് മത്സ്യത്തിന്റെ രൂപം വാലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിൽ കിങ്ങിണി കാണാണ്ട്, കിങ്ങിണിയുടെ തൊട്ട് മുകളിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കഴുത്തില് ഒരു മുല്ലമൊട്ട് മാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല കൗതുകം ഉണ്ട് കേട്ടോ. എല്ലാം തിളങ്ങണമുണ്ട് നെയ്വിളക്കിന്റെ ശോഭയില്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോടുകൂടി ചതുർബാഹുവായിട്ടാവും മത്സ്യാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. 2 കൈകളുടെ ശംഖും ചക്രവും കൊടുത്തിട്ടുണ്ട്. ഗദ കൊടുത്തിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമര പൂവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗദാ പത്മത്തോടു കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമില് സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. വേദങ്ങൾ സംരക്ഷിച്ച പോലെ എല്ലാം സംരക്ഷിക്കാൻ തയ്യാറായിട്ട് ആ മത്സ്യാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കുകയാണ്. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിലതാ 2 തിരുമുടിമാലകളാണ്. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല, മറ്റത് താമരപ്പൂവും മാത്രമായിട്ട് തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, ഇടയിൽ തെച്ചിയും തുളസിയും കുറേശ്ശെ, വീണ്ടും വെളുത്ത പൂക്കൾ, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ളത്. മറ്റത് വനമാലുണ്ട്, തെച്ചിയും തുളസിയും ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു വനമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും ചാർത്തിരിക്കുന്നത് ആ മത്സ്യാവതാരമൂർത്തിയുടെ ദേഹത്ത്. അവർ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് ആ തെച്ചിയും തുളസിയായിട്ട് തിരുമുടിമാല, ഉണ്ടമാല, തെച്ചിയും തുളസിയും ആയിട്ട് ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത് ഒന്ന്, പിന്നെ താമനും തുളസിയായിട്ട് 2 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂ കൊണ്ട് 2 എണ്ണം, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് ചതുർബാഹുവായിട്ട് ശംഖചക്ര കഥാപത്മത്തോടു കൂടി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ പൊന്നു ഗുരുവായൂരപ്പൻ ഇങ്ങനെ 2 തിരുമുടിമാലകളും 2 ഉണ്ടമാലകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഓടയും പീപ്പിയുമൂതിക്കൊണ്ടന്മക കൊണ്ടന്മകനാകാശദേശം മുഴക്കിടുന്നു എന്നതു കൊണ്ടോ കലമ്പി കലമ്പി എന്നെല്ലാവരും നിന്നെ ശകാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അക്കൂട്ടരല്ലിൻ്റെ തിങ്ങിന ശാന്തി വിശ്രാന്തികളെ പഞ്ചമാര രാഗത്താൽ ഭഞ്ജനം ചെയ്യുന്ന കോകിലത്തോടും കയർക്കുമല്ലോ. എന്തെങ്കിലും അവരോധട്ടെ, കുട്ടനത് അതൊന്നുമേ കേട്ടതായി ഭാവിക്കേണ്ട. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചിട്ട് വീണങ്ങൾ നമസ്കരിക്കാം. പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖം പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, കൈവിടല്ലേ കണ്ണാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.